സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം ഇന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകും. തുടർച്ചയായി ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിച്ചതിനാലാണ് ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി 24-നോട് പറഞ്ഞു. ലോക്സഭാ സ്പീക്കറുടെ പക്ഷപാതപരമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഏതാണ്ട് 120ഓളം പ്രതിപക്ഷ എം പിമാർ ഒപ്പിട്ട് സ്പീക്കറെ ആ സ്ഥാനത്ത് നീക്കം ചെയ്യണമെന്നുള്ള പ്രമേയം ഞങ്ങൾ മൂവ് ചെയ്തത്. സ്പീക്കറെക്കെതിരായ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെന്നോ സ്പീക്കറെ ആ സ്ഥാനം നീക്കം ചെയ്യണമെന്നോ ഒരു ആഗ്രഹം ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ തുടർച്ചയായി സ്പീക്കറുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഭരണകക്ഷിക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഞങ്ങളെ അങ്ങേയറ്റം ഈ ഒരു നിലപാടിലേക്ക് കൊണ്ടെത്തിച്ചത്. അതേസമയം മധ്യപൂർവേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം നോട്ടീസ് നൽകി. ലോക്സഭയിൽ KC വേണുഗോപാലാണ് നോട്ടീസ് നൽകിയത്. കോൺഗ്രസ് അംഗം രൺദീപ് സിംഗ് സുർജേവാല, ഇടതെംപിമാരായ AA റഹീം, P സന്തോഷ് കുമാർ എന്നിവരാണ് രാജ്യസഭയിൽ നോട്ടീസ് നൽകിയത്. ബൽറാം നെടുങ്ങാടി ഒരു വെച്ചിരുന്നു. ബൽറാം, ഏറ്റവും ഒടുവിലാണ് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി വേണമെങ്കിൽ കുറച്ചാൾ ഒരു മാസക്കാലം നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കോ എന്ന മട്ടിലുള്ള അനുവാദം, ഔദാര്യത്തിന്റെ അനുവാദം തരൽ, അതിനുശേഷം അയാൾ TV ചാനലിലുള്ള ചർച്ചകൾ മൊത്തം ഔട്ടിരുന്ന് പറയുകയാണ് ഞങ്ങൾ അനുവാദം കൊടുത്തു എന്നിങ്ങനെ വീമ്പളക്കമാണ്. അതടക്കമുള്ള കാര്യങ്ങൾ സഭയിലേക്ക് വരും എന്ന കാര്യം ഉറപ്പല്ലേ ബൽറാം? ഹഷ്മി ക്രിസ്റ്റ്യന, തീർച്ചയായും ഈ വിഷയങ്ങളെല്ലാം തന്നെ സഭയിലേക്ക് എത്തുകയാണ്. അത് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദം ആരംഭിക്കാൻ കാത്തിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പ്രതിപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി ഇന്ത്യക്ക് വർഷങ്ങളോളം നീണ്ട നല്ല ബന്ധമുണ്ട്. എന്നാൽ ഇറാനിലെ ആക്രമണം നടത്തുകയും പരമോന്നത നേതാവ് കൊല്ലപ്പെടുകയും ചെയ്തെങ്കിലും അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു അപലപിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായില്ല എന്നും, മറിച്ച് ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തെയാണ് ഇന്ത്യ അപലപിച്ചത് എന്നുമുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ US-ഉമായും ഒപ്പം തന്നെ ഇസ്രായേലുമായും ഇന്ത്യയുടെ കാലങ്ങളായുള്ള വിദേശ നയം ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്തുന്നു, അടുപ്പം സൂക്ഷിക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. ഇതോടൊപ്പമാണ് US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനിടെയാണ് ഈ ഇന്ധനം റഷ്യയിൽ നിന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട US-ന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യക്കാർ മികച്ച ആക്ടേഴ്സ് ആണ് ഇന്ത്യൻ ഭരണ നേതൃത്വം എന്നുള്ള ട്രഷറി സെക്രട്ടറിയുടെ പരാമർശം ഉൾപ്പെടെയുള്ളവ പാർലമെന്റിൽ ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരു സഭകളിലും പ്രതിപക്ഷത്തെ നിരവധി അംഗങ്ങൾ ഇതിനകം തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇന്ന് ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നത് സ്പീക്കർ ഓം ബിർളയ്ക്ക് എതിരായ അവിശ്വാസ പ്രമേയം ഇന്ന് സഭയിൽ അവതരിപ്പിക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കമുള്ള 3 പേർ, മല്ലു രവി, മുഹമ്മദ് ജാവേദ് അടക്കമുള്ള 3 പേരാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. മോദിയുടെ ഇസ്രായേൽ യാത്ര, അതിനുശേഷം അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറിയുടെ ഈ പറയുന്ന ഔദാര്യം, പെർമിഷൻ തരൽ, അതടക്കമുള്ള കാര്യങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇതിനോടകം തന്നെ വഴിവെച്ചിട്ടുണ്ട്. അതൊക്കെ സഭയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.